ഓൾ വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്ന പൗഡേഴ്സ് ആണ്. സോ പൗഡേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ എന്താ ഓർമ്മ ഉണ്ടാവുക? നിങ്ങൾ ഉപയോഗിക്കുന്ന ടാൽക്കൺ പൗഡർ അല്ലെങ്കിൽ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാവുന്ന പൊടികൾ, അങ്ങനെയല്ലേ ഓർമ്മ ഉണ്ടാവുക? അത്ര തന്നെ ഉള്ളൂ. അതായത് നമുക്ക് ഡിവൈഡ് ആയിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിനകത്ത് ഓരോ കമ്പോണൻസ് ഉണ്ടായിരിക്കും. അത് തന്നെയാണ് പൗഡർ എന്ന് പറഞ്ഞാൽ. സോ പൗഡർ എന്ന് പറയുന്നത് മിക്സ്ചേഴ്സ് ആയിരിക്കും, ഫൈൻലി ഡിവൈഡ് ഡ്രഗ്സോ അല്ലെങ്കിൽ കെമിക്കലി ഇൻ ഡ്രൈ ഫോമോ. നമ്മുടെ മരുന്നുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? ഫൈൻലി ഡിവൈഡ് ഡ്രഗ്സ് എന്നോ അല്ലെങ്കിൽ കെമിക്കലി ഇൻ ഡ്രൈ ഫോം എന്ന് വേണം പറയാൻ, എന്നാലേ പൗഡർ എന്നാവുള്ളൂ. നമുക്ക് പൗഡേഴ്സ് ഇന്റേണലിയും എക്സ്റ്റേണലി ഉപയോഗിക്കാം. അത് നമുക്ക് ഉള്ളിലേക്കും എടുക്കാൻ പറ്റും, പുറത്തും എടുക്കാൻ പറ്റും. ഇന്റേണലി ഉപയോഗിക്കുന്ന ഏതായിരിക്കും കൂടുതലായിട്ട്? ഇപ്പോൾ നമുക്ക് വലിയ പ്രോട്ടീൻ പൗഡേഴ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ, ഇന്റേണലി എടുക്കുന്നത്. എക്സ്റ്റേണലി ആണെങ്കിലോ പുറത്തൊക്കെ പുരട്ടുന്നതായിരിക്കാം, മേ ബി ഡെന്റിഫ്രൈസ് ആയിരിക്കാം, ഇൻസഫ്ലേഷൻസ് ഒക്കെ ആയിരിക്കാം എന്നുള്ളതാണ്. സോ നമുക്ക് പൗഡേഴ്സ് ക്രിസ്റ്റൽ ആയിട്ടും അമോർഫസ് ഫോമിലും അവൈലബിൾ ആണ്. എന്തൊക്കെയാണ്? ക്രിസ്റ്റൽ ആയിട്ടും അമോർഫസ് ഫോമിലും അവൈലബിൾ ആണ്. ഇനി അത് മാത്രമല്ല, പാർട്ടിക്കിൾ സൈസ് എപ്പോഴും ഒരു ബന്ധമുണ്ട്. എന്ത് ബന്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മുടെ പൗഡേഴ്സിനകത്ത് പലതരത്തിലുള്ള മോളിക്യൂൾസ് ഉണ്ട്. ലാർജ് മോളിക്യൂൾസ് ഉണ്ട്, സ്മോൾ മോളിക്യൂൾസ് ഉണ്ട്. ഇതിന് മോളിക്യൂൾസ് ആയിട്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ പാർട്ടിക്കിൾസിനെ കണക്കാക്കി പറയുന്നത്. കാര്യം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് വെള്ളത്തിലേക്ക് ഒഴിക്കുവാണെങ്കിൽ ആദ്യം ഏറ്റവും കൂടുതൽ അലിയാൻ പോകുന്ന ഏതായിരിക്കും? ഈ കുഞ്ഞു മോളിക്യൂൾ ആയിരിക്കും അല്ലേ. എന്തുകൊണ്ടാണ്? ആ മോളിക്യൂൾ സൈസ് ചെറുതായതുകൊണ്ട്, അല്ലെങ്കിൽ പാർട്ടിക്കിൾ സൈസ് ചെറുതായതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസൊല്യൂഷൻ, അബ്സോർപ്ഷൻ, തെറാപ്യൂട്ടിക് എഫക്റ്റ്, നമ്മൾ കൊടുക്കുന്ന മരുന്നിന് ഏതാണ് എഫക്റ്റ് ഉണ്ടാവുക എന്നുള്ളതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇരിക്കും എന്നുള്ളതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നമുക്ക് ജസ്റ്റ് മനസ്സിലാക്കുക പൗഡർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക. ഇനി അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും. പൗഡർ ആണെങ്കിൽ ഏറ്റവും എളുപ്പം എന്തൊക്കെയാണ് ഒന്ന് മനസ്സിൽ വെച്ച് നോക്കിയേ. കൊച്ചു കുട്ടികളാണെങ്കിലും വലിയ കുട്ടികളാണെങ്കിലും വെള്ളത്തിൽ കലക്കാൻ കൊടുക്കുക, ജ്യൂസിൽ കലക്കാൻ കൊടുക്കുക എന്നുള്ളതാണ്. ഭയങ്കര എളുപ്പമാണ് അല്ലേ. ടാബ്ലറ്റ് പോലെ ഇടിച്ച് പഞ്ച് ചെയ്ത് നമുക്കൊരു സൈസാക്കി വെക്കേണ്ട ആവശ്യമില്ല. അത് മാത്രമല്ല, അങ്ങനെ ട്രെയിനിങ്ങോ ആവശ്യമൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഭയങ്കര എക്കണോമിക് ആണ് അല്ലേ. അത് മാത്രമല്ല, ചെറിയ പാർട്ടിക്കിൾ സൈസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ബോഡിയിൽ അബ്സോർബ് ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ലിക്വിഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തൊക്കെ വെച്ചിരിക്കുവാണെങ്കിൽ ചീത്തയിൽ പോവാം. പക്ഷേ പൗഡർ അങ്ങനെ ചീത്തയാവത്തില്ല. ആവശ്യമുള്ളത് മാത്രം നമ്മൾ കലക്കിയാൽ മതി. മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഫോമാണ്. ലിക്വിഡ് ഡോസേജ് ഫോമിനേക്കാൾ മോർ സ്റ്റേബിൾ ആണെന്നുള്ളതാണ്. അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. പൗഡർ നമുക്ക് കൊണ്ടു നടക്കാൻ ഭയങ്കര എളുപ്പമാണ്. അങ്ങനെയൊക്കെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം ഈ അഡ്വാൻറ്റേജിനകത്തുള്ളത്. ഡിസഡ്വാൻറ്റേജ് ആണെങ്കിലോ, നിങ്ങൾ പെട്ടെന്ന് പൗഡർ വായിലിട്ട് അലിയിക്കാൻ പറഞ്ഞാൽ പാരസ്റ്റമോൾ അലിയിക്കാൻ പറ്റില്ല. ഭയങ്കര കയ്പായിരിക്കും, ബിറ്റർ ടേസ്റ്റ് ആയിരിക്കാം, ഛർദ്ദിക്കാൻ തോന്നാം, അൺപ്ലസന്റ് ടേസ്റ്റ് ആയിരിക്കാം. അത് മാത്രമല്ല, ചില സമയത്ത് ഡെലിക്യൂസിൻ്റെയും ഹൈഗ്രോസ്കോപ്പിക് ആവാറുണ്ട്. ഇപ്പോൾ പുറത്തൊക്കെ മോയ്സ്ചറൊക്കെ കണ്ടന്റ് വരുമ്പോഴത്തേക്കും കട്ട പിടിക്കുക, അല്ലെങ്കിൽ നശിച്ചു പോകുക, അങ്ങനത്തെ ഒരു പ്രശ്നം പൗഡേഴ്സിനുണ്ടെന്നുള്ളതാണ്. അറ്റ്മോസ്ഫിയറിക് കണ്ടീഷനിൽ സെൻസിറ്റീവ് ആണ്. അത് മാത്രമല്ല, ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയുവാണ് 500 mg പൗഡർ എന്ന് പറയുമ്പോൾ 500 mg കണക്കാക്കി എടുക്കുക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായ ഒരു പരിപാടിയാണ് എന്നുള്ളതാണ്. അത്ര വലിയ പാടൊന്നുമില്ല. മറ്റുള്ള ഡോസേജ് ഫോം വെച്ച് നോക്കുമ്പോൾ എളുപ്പമാണെങ്കിലും അത് ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. പൗഡേഴ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ബൾക്ക് പൗഡേഴ്സ് ഫോർ ഇന്റേണൽ യൂസ്, ഉള്ളിലേക്ക് എടുക്കുന്നത്, എക്സ്റ്റേണൽ യൂസ്, ആൻഡ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് പൗഡർ ഫോർ ഇന്റേണൽ യൂസ്, ആൻഡ് പൗഡർ എൻക്ലോസ് ഇൻ കാഷെ ആൻഡ് ക്യാപ്സൂൾ. സോ കാച്ചറ്റ്സ് എന്ന് പറയാം, അല്ലെങ്കിൽ കാഷെ എന്ന് പറയാം. സോ കാച്ചറ്റ്സ് ആൻഡ് ക്യാപ്സൂൾസ് ആണ്. ആൻഡ് കംപ്രസ്ഡ് പൗഡേഴ്സ്, അതായത് നമ്മൾ പഞ്ച് ചെയ്യുന്ന പൊടികളാണ് ടാബ്ലറ്റ്സ്. നമ്മൾ ഒരു പഞ്ച് ഉണ്ട് കേട്ടോ, പഞ്ചിനകത്ത് നമ്മൾ ഈ പൊടികൾ ഇറക്കിയിട്ട് ഒരൊറ്റ ഇടിക്കും. അപ്പോൾ അത് ടാബ്ലറ്റ് ആയിട്ട് മാറും, സോൾട്ട് ഫോമിലേക്ക് മാറുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്റേണൽ യൂസ്, എക്സ്റ്റേണൽ യൂസ്, ആൻഡ് സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഫോർ ഇന്റേണൽ യൂസ്, കാഷെ ആൻഡ് ക്യാപ്സൂൾസ് ആൻഡ് കംപ്രസ്ഡ് പൗഡേഴ്സ് ആണ് കേട്ടോ. മറന്നു പോകരുത്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ബൾക്ക് പൗഡേഴ്സ് ഫോർ ഇന്റേണൽ യൂസ്, ഉള്ളിലേക്ക് എടുക്കുവാണെന്ന് വെച്ചോളൂ. സോ ഉള്ളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ എങ്ങനെ, നമുക്ക് അങ്ങനെ അളവൊന്നുമില്ല, 1 സ്കൂപ്പ് 2 സ്കൂപ്പ് അല്ലേ. അപ്പം ഡോസേജിന് വലിയ ആ പ്രശ്നമൊന്നും വരാത്ത എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റേണൽ യൂസിന് കൊടുക്കാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ഡോസ് ഓഫ് പൗഡേഴ്സ് ഉണ്ടായിരിക്കും. അത് മാത്രമല്ല, വലിയ വാവട്ടമുള്ള ഈ പ്രോട്ടീൻ പൗഡർ അങ്ങനെ വലിയ വാവട്ടം ഭരണി പോലെ ഇരിക്കുകയല്ല, അപ്പം എളുപ്പം നമുക്ക് എടുക്കാൻ പറ്റണം. അത് മാത്രമല്ല, നോൺ പൊട്ടൻ സബ്സ്റ്റൻസ്, അതായത് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ പവർ ഒന്നും ഇല്ലാത്തതായിരിക്കും കൂടുതലും കൊടുക്കുക. ലെക്സേറ്റീവ്, അൻറ്റാസിഡ്, അത് വലിയ മരുന്നുകൾ. ഇപ്പോൾ എക്സാമ്പിൾ പാരസ്റ്റമോൾ അല്ലെങ്കിൽ ക്യാൻസർ മരുന്നൊന്നും പൗഡറായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ, നമുക്ക് ഇങ്ങനെയുള്ള, അതായത് അൻറ്റാസ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഗ്യാസിന് കൊടുക്കുന്നത് അല്ലേ. ലക്സേറ്റീവ് എന്താണ്? നമ്മൾ വയറ്റിളക്കാനൊക്കെ കൊടുക്കുന്ന പരിപാടിയാണ്. സോ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ പറഞ്ഞ സമയത്ത് വയറ്റിളക്കാൻ വേണ്ടി കൊടുക്കുന്നതാണ്. അപ്പം നമുക്ക് ഒരുപാട് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരുപാട് മരുന്ന് നമുക്ക് ആവശ്യമായതിൽ മാത്രമേ നമ്മൾ പൗഡേഴ്സ് ആയിട്ട് കൊടുക്കാറുള്ളൂ. എക്സാമ്പിൾ റുബാർബിന്റെ പൗഡറാണ്. ഇനി ബൾക്ക് പൗഡർ ഫോർ എക്സ്റ്റേണൽ യൂസ്, പുറത്താണ്. ഇവിടെ നോൺ പൊട്ടൻ സബ്സ്റ്റൻസ്, അതായത് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത, തെറാപ്യൂട്ടിക് എഫിക്കസി ഇല്ലാത്തതാണ് കൊടുക്കുന്നത്. സോ നമ്മൾ
കാർഡ്ബോർഡിലോ ഗ്ലാസ്സിലോ പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോ ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടായിരിക്കുക. നമ്മൾ എന്ത് ചെയ്യുന്നു, ആൻഡ് സിഫർ ടോപ്പ് കണ്ടെയ്നേഴ്സിൽ ഡസ്റ്റിംഗ് പൗഡർ കൊടുക്കാൻ, അല്ലെങ്കിൽ പെർഫറേറ്റഡ് ഓർ സിഫ്റ്റർ ടോപ്പ് കണ്ടെയ്നറിൽ ഡസ്റ്റിംഗ് പൗഡർ. നമ്മൾ ഡസ്റ്റിംഗ് പൗഡർ ഉണ്ടല്ലേ, നമ്മൾ പണ്ട് കാലങ്ങളിൽ ഗൾഫിൽ നിന്നൊക്കെ ആൾക്കാർ ഒരു മുറിവിലൊക്കെ ഇടാൻ വേണ്ടി പൊടി പോലത്തെ സാധനം കൊണ്ടുവരും. ആന്റിബയോട്ടിക് ആണ്, നിയോസ്പോറിന്റെ പൗഡറാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മെഡിക്കൽ സ്റ്റോറിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും, നിയോസ്പോറിന്റെ കുഞ്ഞു കുഞ്ഞു പൗഡർ കിട്ടും. അത് നമുക്ക് ഇതുപോലെയുള്ള ഒരു സിഫ്റ്റർ ടോപ്പ് കണ്ടെയ്നറിലാണ് നമുക്ക് കിട്ടുക, പെർഫറേറ്റ് ആയിരിക്കും എന്നുള്ളതാണ്. ആൻഡ് കോമൺ ടൈപ്പ് ഓഫ് ബൾക്ക് പൗഡേഴ്സ്, ഡസ്റ്റിംഗ് പൗഡർ ഉണ്ട്, ഇൻസഫ്ലേഷൻസ് ഉണ്ട്, സ്നഫ്സ് ഉണ്ട്, ഡെന്റിഫ്രൈസസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ എന്താ നമുക്ക് പഠിക്കാം. സോ എന്താ ഡസ്റ്റിംഗ് പൗഡർ? സോ ഡസ്റ്റിംഗ് പൗഡർ നമ്മൾ സ്കിന്നിൽ ഇടുന്നതാണ്, ഡസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ പൗഡർ ആലോചിച്ചാൽ മതി കേട്ടോ. സോ ഫൈനലി സ്റ്റേറ്റ് ടു അബൌട്ട് ലോക്കൽ, ഭയങ്കര പൊടിച്ച്, അത് ഭയങ്കര ഫൈൻ സ്റ്റേറ്റിലായിരിക്കും. ഈ പൗഡേഴ്സ് എല്ലാം സീവ് നമ്പർ 18-ഉം 120-ലും കൂടെ കടന്നു പോവേണ്ടത് അത്യാവശ്യമാണ്. രണ്ട് ടൈപ്പ് ഡസ്റ്റിംഗ് പൗഡർ ഉണ്ട്. മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡർ ഉണ്ട്, സർജിക്കൽ ഡസ്റ്റിംഗ് പൗഡർ ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡർ ആൻഡ് സർജിക്കൽ ഡസ്റ്റിംഗ് പൗഡർ. സോ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. 160 ഡിഗ്രി സെൽഷ്യസിൽ 2 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യണം, ഈ സർജിക്കൽ പൗഡർ നമ്മൾ ഉറപ്പായിട്ടും സ്റ്റെറിലൈസ് ചെയ്യണം. കോമ്പറ്റേറ്റീവ് എക്സാംകാർ നിർബന്ധമായി ഇത് പഠിക്കുക. 160 to 2 hours ആണ് കേട്ടോ. സർജിക്കൽ ഡസ്റ്റിംഗ് പൗഡർ ആർ യൂസ്ഡ് ഇൻ ദ ബോഡി ക്യാവിറ്റി. സർജിക്കൽ ആണെങ്കിൽ ബോഡി ക്യാവിറ്റി, ബേൺസ്, അംബിലിക്കൽ കോഡ് ഓഫ് ഇൻഫൻസ് ഇല്ലേ, മുറിവുകളിലൊക്കെ നമ്മൾ ഡയറക്ട്ലി ഇടും. മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡർ ആണെങ്കിൽ സൂപ്പർഫിഷ്യൽ, നമ്മളെ പുറത്ത് തൊലിപ്പുറത്ത് ഇടുന്നതാണ് എന്ത്, മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡർ. സോ സർജിക്കൽ ആണ് എന്നുണ്ടെങ്കിൽ ബോഡി ക്യാവിറ്റിയും, മെഡിക്കൽ ആണെങ്കിൽ സൂപ്പർഫിഷ്യൽ ഓഫ് ദ സ്കിന്നുമാണ്. ഞാൻ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്, ഈ കോളം വരച്ച് പഠിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഡസ്റ്റിംഗ് പൗഡർ എങ്ങനെ ഉണ്ടാക്കാം? സോ പ്യൂരിഫൈഡ് ടാൽക്ക്, സ്റ്റെറിലൈസ്ഡ്, അത് നമ്മുടെ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ടാൽക്കം പൗഡറിലുള്ള പ്യൂരിഫൈഡ് ടാൽക്കാണ്. എത്രയാണ്? 160 ഡിഗ്രി ഫോർ 2 hours ആണ് കേട്ടോ. 160 for 2 hours ആണ്, മറന്നു പോകരുത്. ആൻഡ് സ്റ്റാർച്ച് പൗഡർ, സിങ്ക് ഓക്സൈഡ് പൗഡർ, സാലിസിലിക് ആസിഡ്, ഇതിന്റെ കോമ്പിനേഷൻ പഠിക്കുക. എല്ലാ പൗഡറും ഒരുമിച്ച് വേ ചെയ്യുക. അസെൻഡിങ് ഓർഡർ, വെയിറ്റ് അനുസരിച്ച് നമ്മൾ അസെൻഡിങ് ഓർഡർ നമ്മൾ മിക്സ് ചെയ്യുക. എന്നിട്ട് 85 അല്ലെങ്കിൽ 120 സീവിലൂടെ കടത്തി വിടുക. സീവ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഒരു സ്നിഫർ ടോപ്പ് കണ്ടെയ്നറിൽ വെച്ചതിന് ശേഷം നമ്മൾ അതെല്ലാം വെക്കുക. നമ്മൾ 2 അല്ലെങ്കിൽ 3 പ്രാവശ്യം നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. സിങ്ക് ഓക്സൈഡ് അസ്ട്രിഞ്ചനും ആന്റിസെപ്റ്റിക്കും ആണ്. സാലിസിലിക് ആസിഡ് ആന്റിസെപ്റ്റിക്കും ഫംഗിസിഡലുമാണ് എന്നുള്ളതാണ്. ഇതെന്തായാലും പഠിക്കണം. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ബിക്കോസ് എക്സാമ്പിൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി ബൾക്ക് പൗഡേഴ്സ് ഫോർ എക്സ്റ്റേണൽ യൂസിൽ അടുത്ത് വരുന്നതാണ് ഇൻസഫ്ലേഷൻസ്. എന്താണ് ഇൻസഫ്ലേഷൻസ്? സോ മെഡിക്കൽ ഡസ്റ്റിംഗ് പൗഡർ വെച്ചാൽ ബോഡി ക്യാവിറ്റി ലൈക്ക് നോസ്, ത്രോട്ട്, ഇയർ, വജീനയിലൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇത് ഉപയോഗിക്കുന്നത് ഇൻസഫ്ലേറ്റർ വെച്ചിട്ടായിരിക്കും. എന്താണ് ഇൻസഫ്ലേറ്റർ? ഇൻസഫ്ലേറ്റർ എന്ന് വെച്ചാൽ പ്രഷറൈസ്ഡ് എയറോസോൾ ആണ്. നിങ്ങൾ ഈ നമ്മൾ സ്പ്രേ ഒക്കെ അടിക്കാറില്ല, 2 ടൈപ്പ് സ്പ്രേ ഉണ്ട്. നമ്മൾ മേലെ ഞെക്കുകയും ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അമർത്തുന്നതനുസരിച്ച് തെറിച്ച് പുറത്ത് വന്നുകൊണ്ടേയിരിക്കും. അതാണ് പ്രഷറൈസ്ഡ് എയറോസോൾ. സോ ലോക്കൽ എഫക്ട് ലൈക്ക് ആന്റിബയോട്ടിക് ഫോർ ഇയർ, നോസ്, ത്രോട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ സിസ്റ്റമിക് എഫക്റ്റിനൊക്കെ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇൻസഫ്ലേഷൻ എന്ന് വെച്ചാൽ. ഒന്നും കൂടെ പറയാം, ബോഡി ക്യാവിറ്റിയിലേക്കാണ് ഇൻസഫ്ലേറ്റർ വെച്ച് കൊടുക്കുന്നു, അതുകൊണ്ടാണ് ഇൻസഫ്ലേഷൻസ് എന്ന് പറയുന്നത്. ഇനി സ്നഫ്സ് ആണെങ്കിലോ, നമ്മൾ സ്നഫ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ സ്നോട്ട് ചെയ്യുന്നു, കഞ്ചാവൊക്കെ സ്നോട്ട് ചെയ്യുന്നു പറയില്ല, അതേപോലത്തെ പരിപാടി തന്നെയാണ്. സ്നഫിംഗ് ആണ്. ഫൈനലി ഡിവൈഡ് സോൾ ഡോസേജ് ഫോം ആയിരിക്കും. നോസ്റ്റിലൂടെ ഇൻഹെയിൽ ചെയ്യുവാണ് ചെയ്യുക. ബ്രോങ്കോ ഡൈലേഷൻ, അത് നമ്മുടെ ലങ്സ് തുറക്കാൻ വേണ്ടി, ബ്രോങ്കിയസ് ഒക്കെ തുറക്കാൻ വേണ്ടി ആന്റിസെപ്റ്റിക് ആണ്. ഡീകൺജസ്റ്റന്റ്, മൂക്കടപ്പുള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഗ്ലാസ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ മെറ്റൽ ബോക്സിലോ കൊടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ. ഇതാണ് സ്നഫ്സ്. നെക്സ്റ്റ് വൺ ഈസ് ഡെന്റിഫ്രൈസസ് ആണ്. ഇത് നമ്മുടെ ടൂത്ത് സർഫസിൽ ചേർക്കുന്നതാണ്. സോ ബേസിക്കൽ ഡിറ്റർജന്റ്, സോപ്പ്, അബ്രസീവ്, ഫ്ലേവറിംഗ് ഏജന്റ് ഒക്കെ ഉണ്ടായിരിക്കും. സോ ഈ അബ്രസീവ് ഏജൻസ് എന്താണ്? ഉരയ്ക്കുന്നതാണ്. അപ്പം നമ്മുടെ പല്ല് മിനുസമാവുന്നു, വെളുക്കുന്നു എന്ന് പറയില്ല, അത് ഈ അബ്രസീവ് ഏജന്റ് കാരണമാണ്. ലൈക്ക് കാൽഷ്യം സൾഫേറ്റ്, കാൽഷ്യം കാർബണേറ്റ്, സോഡിയം കാർബണേറ്റ്, സോഡിയം ക്ലോറൈഡ്, ഇതൊക്കെ അതിന്റെ എക്സാമ്പിൾ ആണെന്നുള്ളതാണ്. എക്സാമ്പിൾ ഫോർ ഡെന്റിഫ്രൈസ് എന്തൊക്കെയാണ്? ഹാർഡ് സോപ്പ് പൗഡർ, കാൽഷ്യം കാർബണേറ്റ് പൗഡർ, സാക്രൻ സോഡിയം, പെപ്പർമെന്റ് ഓയിൽ, സിനമൺ ഓയിൽ, മീഥൈൽ സാലിസിലേറ്റ് ആണ്. ഇത്രയുമാണ് ഡെന്റിഫ്രൈസിന്റെ ഫോർമുല. ഇത് മാറിക്കൊണ്ടിരിക്കും കേട്ടോ, ഓരോ ഡെന്റിഫ്രൈസിൽ ഓരോ രീതിയിലാണ്. നമുക്ക് ജനറൽ ഫോർമുല ഇതാണ് എന്നുള്ളതാണ്. ഇനി സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് പൗഡർ ഫോർ ഇന്റേണൽ യൂസ്, നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഏതൊക്കെ ഞാൻ പറഞ്ഞ, നമ്മൾ ലക്സേറ്റീവ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു, അൻറ്റാസ് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു അല്ലെ, അതൊക്കെ നമ്മൾ ഓൾറെഡി ഇന്റേണൽ യൂസ് പറഞ്ഞതാണ്. എന്നാൽ സിമ്പിളും കോമ്പൗണ്ട് പൗഡറും ഉണ്ട് കേട്ടോ. സോ ഇൻ ദിസ് ഫോം പൗഡർ can individual dose is enclosed in a paper. സോ നമ്മൾ ആവശ്യമായിട്ടുള്ള ഓരോ സാധനങ്ങളും ഓരോ പേപ്പറിൽ നമ്മൾ വെക്കുകയാണ് ചെയ്യുക. ഇഫ് ദ നമ്പർ ഓഫ് ദ ഇൻഗ്രീഡിയൻറ്റ് ഇസ് 1, ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ പൗഡർ. ഒരൊറ്റ
ഒറ്റ സാധനം മാത്രമേ ഉള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ പാരസെറ്റമോൾ മാത്രമേ ഉള്ളെങ്കിൽ അത് സിമ്പിൾ പൗഡർ എന്നും, ഒന്നിൽ കൂടുതൽ പാരസെറ്റമോളും പിന്നെ പാൻഡോപ്പിന്റെയും പൗഡർ ഉണ്ട്, 2 പൗഡർ ഉണ്ടെങ്കിൽ അതിൽ കോമ്പൗണ്ട് പൗഡർ എന്ന് പറയും. ഒറ്റ പൗഡർ ആണെങ്കിൽ സിമ്പിൾ എന്നും, 2 ആണെങ്കിൽ കോമ്പൗണ്ട് പൗഡർ എന്നും പറയും. സോ മിനിമം ക്വാണ്ടിറ്റി ഓഫ് ഓരോ ഈച്ച് പൗഡറും 100 mg താഴാനായിട്ട് പാടില്ല. എന്നാൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് പേഷ്യന്റിന് വെയിറ്റ് എടുക്കാൻ പറ്റുള്ളൂ. കാര്യം മിനിമം 100 mg വേണം, ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ മൈക്രോ ബാലൻസ് ഒന്നും എല്ലാ വീട്ടിൽ കാണാൻ നിർബന്ധമില്ല. മിനിമം 100 mg എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. സിമ്പിൾ പൗഡർ ആണെങ്കിൽ ഞാൻ പറഞ്ഞു ഒരൊറ്റ ഇൻഗ്രീഡിയന്റ് ആയിരിക്കും, ഒന്നെങ്കിൽ ക്രിസ്റ്റലൈൻ ആയിട്ടോ അല്ലെങ്കിൽ അമോർഫസ് ഫോമിലോ ആയിരിക്കും. പൗഡർ ക്രിസ്റ്റലൈൻ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ഫൈൻ പൗഡറായിട്ട് റെഡ്യൂസ് ചെയ്ത് വെയിറ്റ് എടുത്ത് ഓരോന്നും ഡിവൈഡ് ചെയ്ത് റാപ്പ് ചെയ്ത് മാറ്റുവാണ് ചെയ്യുക. എന്താണ്, ഒന്നും കൂടെ പറയാം. സിമ്പിൾ പൗഡർ ആണെങ്കിൽ നമ്മൾ ആദ്യം എടുക്കുക, വെയിറ്റ് എടുക്കുക, ഡിവൈഡ് ചെയ്ത് ഡോസുകൾ നമ്മൾ ഓരോന്നായിട്ട് മാറ്റി മാറ്റി വെച്ച് നമ്മൾ ഓരോ പേപ്പറിൽ റാപ്പ് ചെയ്യും. അതായത് ഇപ്പോൾ 3 നേരം കഴിക്കണമെങ്കിൽ 3 പേപ്പറിൽ നമ്മൾ റാപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഡിസ്പെൻസ് 6 പൗഡർ ഓഫ് ആസ്പിറിൻ, ഈച്ച് കണ്ടെയ്ൻ 300 mg ഓഫ് ആസ്പിറിൻ. കണ്ടോ, അതായത് നിങ്ങൾ 6 പൗഡർ ഓഫ് ആസ്പിറിന്റെ 6 പാക്കറ്റുകൾ കൊടുക്കണം. ഓരോന്നിലും 300 mg ഓഫ് ആസ്പിറിൻ ഉണ്ടായിരിക്കണം. സോ ആസ്പിറിൻ 300 mg ആണ്. സോ പൗഡർ ഓഫ് ആസ്പിറിൻ വേണം, 300 mg ആസ്പിറിൻ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഓരോന്നിലും ഇൻഡിവിജ്വൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പൗഡർ ഓരോന്നിലും വെക്കുക. ഓരോ പൗഡറും 8 hours കൂടുമ്പോൾ നമ്മൾ കഴിക്കുക. ഇതാണ്, സിമ്പിൾ ആണ്, എളുപ്പമാണ്. ഇപ്പൊ മനസ്സിലായില്ലേ, ഇത് സിമ്പിൾ പൗഡർ. ഇനി കോമ്പൗണ്ട് പൗഡർ ആണ്, ഞാൻ പറഞ്ഞു 2 അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഉണ്ടായിരിക്കും. സോ ഡിസ്പെൻസ് 8 പൗഡർ ഓഫ് APC ആൻഡ് കണ്ടെയ്ൻ 500 mg ഓഫ് APC. സോ ആസ്പിറിൻ, പാരസെറ്റമോൾ, കഫീൻ, ഇതാണ് APC എന്ന് വെച്ചാൽ. ഇത് 3 നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡിവിജ്വൽ ഡോസ് ആയിട്ട് റാപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. ഡിസ്പെൻസ് ചെയ്യേണ്ടത് 8 പൗഡേഴ്സ് ഓഫ് APC ആണ്. അപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലാണെന്ന് പറഞ്ഞു. then they divide into required number of individual dose and wrapped accordingly. സോ ആസ്പിറിൻ 300 mg, പാരസെറ്റമോൾ 180 mg, കഫീൻ 50 mg. സോ നമ്മൾ ആക്യുറേറ്റ്ലി വേ ചെയ്യുക, അസെൻഡിങ് ഓർഡറിൽ വെയിറ്റ് എടുക്കുക. എപ്പോഴും അസെൻഡിങ് ഓർഡറിൽ നമ്മൾ എടുക്കില്ല കേട്ടോ. ആൻഡ് 500 mg വേ ചെയ്ത് പൗഡർ ഓരോ ഡോസായിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഓരോന്ന് റാപ്പ് ചെയ്ത് വെക്കുക. നമുക്ക് ആവശ്യമുള്ള സമയത്ത് 3 കൂടെ മിക്സ് ചെയ്യുക, കഴിക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ റാപ്പ് ചെയ്യുന്നത്. കോമ്പൗണ്ട് പൗഡർ എളുപ്പമല്ലേ, എളുപ്പമാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കാഷറ്റ്സ് ആണ്. സോ കാഷറ്റ്സ് അല്ലെങ്കിൽ കാച്ചറ്റ്സ് വാട്ട് എവർ. സോ കാഷറ്റ്സ് സോൾ ഡോസേജ് ഫോം ആണ് കേട്ടോ. നമ്മൾ ഒരു ക്യാപ്സൂളിനകത്ത്, ഒരു വേഫർ ക്യാപ്സൂളിനകത്താണ് ഇത് ഉണ്ടാവുക. ഈ വേഫർ ക്യാപ്സൂൾസ് റൈസ് ഫ്ലോർ ആണ്. നമ്മൾ അരിമാവ് കുഴച്ച് ഒരു റാപ്പ് ഉണ്ടാക്കി വെക്കും, എന്നിട്ട് ഈ പൗഡർ നിറച്ച് വെക്കുകയാണ് ചെയ്യുക. റൈസ് പേപ്പർ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ വെള്ളവും മാവും കൂടെ കലക്കിയിട്ട് നമ്മൾ ഹോട്ട് പോളി സിലിണ്ടറിലേക്ക് ഒഴിച്ചിട്ട് വെള്ളം നമ്മൾ ഇവാപറേറ്റ് റാപ്പ് ഉണ്ടാക്കി എടുക്കും. ഓരോ കാഷയ്ക്കകത്തും 0.2 to 1.5 gram ഓഫ് നോഷ്യസ് അല്ലെങ്കിൽ അൺപ്ലസന്റ് ടേസ്റ്റ് ഓഫ് ഡ്രഗ്. ഇപ്പൊ എക്സാമ്പിൾ, ചില കുട്ടികളൊന്നും ചില മരുന്നുകൾ കഴിക്കില്ല. കാര്യം എന്തുകൊണ്ടാണ്, അതിൻ്റെ കയ്പ് മണം അല്ലെങ്കിൽ ഒരു വൃത്തിയുടെ ടേസ്റ്റ്, ചവർപ്പ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ മാസ്ക് ചെയ്യുന്ന രീതിയാണ്. സോ നമ്മൾ ക്യാഷ് മിക്കവാറും ഹാർഡായിരിക്കും. നമ്മൾ അതുകൊണ്ട് വെള്ളത്തിനകത്ത് 2-3 സെക്കൻഡ് മുക്കി വെക്കണം. എന്ത് ചെയ്യണം, മുക്കി വെക്കണം. എന്നിട്ട് വേണം വിഴുങ്ങാൻ, മറന്നു പോകരുത്. വിഴുങ്ങി കഴിഞ്ഞാൽ കാഷ്യയിൽ നിന്ന് പയ്യെ പയ്യെ മരുന്നുകൾ നമ്മളെ വയറ്റിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുക. ഇങ്ങനെ കാഷ്യ ഉണ്ടാവും, അടുത്ത് പൊടി ഉണ്ടാവും. വെള്ളത്തിൽ മുക്കുമ്പം ഇത് സോഫ്റ്റ് ആവും. ഇവിടെ നിന്ന് പിന്നെ മരുന്ന് പുറത്തേക്ക് വന്നുകൊണ്ടേ ഇരിക്കും. ഈ രീതിയാണ് കാഷ് ഒരു അഡ്വാൻറ്റേജ്. ഈസി ടു മേക്ക്, ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. സ്റ്റൊമക്കിൽ പെട്ടെന്ന് ഡിസിൻറ്റിഗ്രേറ്റ് ചെയ്യും. ഡിസ്പെൻസ് ചെയ്യാൻ എളുപ്പമാണ്. അതുമാത്രം ലാർജ് ഡോസിൽ അഡ്മിനിസ്റ്റർ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല, നമുക്കറിയാം ഡിസഡ്വാൻറ്റേജ് എന്താണ് പ്രശ്നം, നമ്മൾ കഴിക്കും മുന്നേ വെള്ളത്തിൽ നനയ്ക്കേണ്ട ആവശ്യമാണ്. പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് ഉണ്ട്. ലൈറ്റ് മോയ്സ്ചറിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്ന കാര്യം എന്തുകൊണ്ടാണ്, പെട്ടെന്ന് കുതിർന്നു പോകും. അരിമാവാണ്, നമുക്കറിയാം അല്ലേ. ലാർജ് സ്കെയിൽ ഡ്രഗ് ഫില്ലിങ്ങിന് നമുക്ക് പോസിബിൾ അല്ല. ഇതിന് മാത്രമല്ല ഒരുപാട് സ്പേസ് വേണം. നമ്മൾ ടാബ്ലറ്റും ക്യാപ്സൂളും വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് സ്പേസ് വേണം. കാര്യം ഇതൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ട ആവശ്യമാണ്. പ്രത്യേകിച്ച് ഒരു കെയർ കൊടുക്കേണ്ട ആവശ്യമാണ്. അതൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഇതാണ് ക്യാഷ്. കണ്ടോ, ഈ മേലെ കാണുന്ന പോലെ ഒരു പെട്ടി പോലെ ഉണ്ടാവും. ഈ പെട്ടിക്കകത്താണ് നമ്മൾ പൗഡർ കയറ്റി വെക്കുക. അവിടെ തന്നെ വെറ്റ് സീൽഡ് ഉണ്ട്, ഡ്രൈ സീൽഡ് ഉണ്ട്. സോ ടൈപ്പ് ഓഫ് ക്യാഷ് തന്നെ ഉണ്ട്. വെറ്റ് സീൽഡും ഉണ്ട്, ഡ്രൈ സീൽഡും ഉണ്ട്. വെറ്റ് സീൽഡ് വെച്ചാൽ മേഡപ്പ് ഓഫ് 2 സിമിലർ കോൺവെക്സ് ഹാവ് വിത്ത് ഫ്ലാറ്റ് എഡ്ജ്. രണ്ടും ഒരുപോലെ ഉണ്ടായിരിക്കും, 2 ഭാഗം ഉണ്ടായിരിക്കും. പൗഡർ അകത്തേക്ക് വെക്കുകയാണ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെക്കൻഡ് ഹാഫ് നമ്മൾ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുക. എന്നിട്ട് നമ്മൾ സീൽ ചെയ്ത് വെക്കുന്നു. ഡ്രൈ ആണെങ്കിൽ അങ്ങനെയല്ല, ഇച്ചിരി ഡിഫറൻ്റ് ആണ്. അപ്പറും ലോവറും തന്നെ ഉണ്ടായിരിക്കും. അപ്പർ ഇച്ചിരി വലുപ്പം ഉണ്ടായിരിക്കും, ലോവർ ഇച്ചിരി ചെറുതായിരിക്കും. ഇതാ നിങ്ങളിവിടെ കാണുന്ന പോലെ. ആൻഡ് നമ്മൾ ലോവർ ഹാഫിലായിരിക്കും നമ്മൾ പൗഡർ ഫില്ല് ചെയ്ത് വെക്കുക. അപ്പർ ഹാഫ് അതിനെ പുറത്ത് വെക്കുകയാണ് ചെയ്യുക. അപ്പർ ഹാഫ് ഈസ് സ്ലൈറ്റ്ലി ലാർജ് ഇൻ ഡയമീറ്റർ ദാൻ ലോവർ ഹാഫ്. എന്നിട്ട് ക്യാഷ് മെഷീൻ വെച്ച് സീൽ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുക. എക്സാമ്പിൾ പറയുവാണെങ്കിൽ സോഡിയം അമിനോ സാലിസിലേറ്റ് ക്യാഷ്, സോഡിയം അമിനോ സാലിസിൽ വിത്ത് ഐസോനിയാസിഡ് ക്യാഷ്.
ഇത് രണ്ടാണ് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഉള്ളത്, നോക്കിക്കോളാം. സോ ഇനി പൗഡർ എൻക്ലോസ് ഇൻ കാഷെ ആൻഡ് ക്യാപ്സ്യൂൾസ്. സോ ഡ്രൈ സീൽ കാഷെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, നമുക്ക് അപ്പുറം ലോവറും ഉണ്ട്, ഡയമീറ്റർ ഉണ്ട്, ഫിറ്റ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. സെയിം തന്നെയാണ് കേട്ടോ, റിപ്പീറ്റിംഗ് ആണ്. സോ നെക്സ്റ്റ് വൺ ഈസ് കംപ്രസ്ഡ് പൗഡർ ഓർ ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ് അല്ലെങ്കിൽ മോളഡ് ടാബ്ലറ്റ്. സോ കംപ്രസ്ഡ് പൗഡർ നമ്മൾ കംപ്രസ് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. സോ ഫൈൻ പൗഡർ നമ്മൾ എന്തെങ്കിലും കംപ്രസ് ചെയ്യുവാണ് ചെയ്യുക. സോ ഫ്ലാറ്റ് സർക്കുലർ ഡിസ്ക്, നിങ്ങളുടെ ടാബ്ലറ്റ് പാരസെറ്റമോൾ ഗുളിക എങ്ങനെ ഉണ്ടാവുക, റൗണ്ട് അല്ല, ഫ്ലാറ്റ് ഡിസ്ക് ആണല്ലേ. സോ നമ്മൾ ലാക്ടോസോ ഡെക്സ്ട്രോസോ അല്ലെങ്കിൽ അതർ ഡൈലുവൻസ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. എന്തൊക്കെയാണ് ലാക്ടോസോ ഡെക്സ്ട്രോസോ അതർ ഡൈലുവൻറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കും. നമ്മൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഓർ പ്ലാസ്റ്റിക് മോൾഡിൽ വെക്കും. അതാണ് ഈ മോൾഡ്, അതാണ് കാണുന്നുണ്ട്. ഈ മോൾഡ് നമ്മൾ വെക്കുവാണ് ചെയ്യുക. ഇങ്ങനെയല്ല ഉണ്ടാവുക, ഇത് നമുക്ക് ചെറിയ നമ്മളെന്താണ് സ്മോൾ സ്കെയിലിൽ ചെയ്യുന്ന രീതിയാണ്. സോ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ മോൾഡ് ഉണ്ടാവും, അത് നമ്മൾ പൗഡർ നിറയ്ക്കും, എന്നിട്ട് മേലെന്നൊരു ഡൈ വന്നിങ്ങനെ ഇടിക്കും കേട്ടോ. ഇടിക്കുമ്പോഴത്തേക്കും ഇതിന് ഗുളിക ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുവാണ് ചെയ്യുക, ഇങ്ങനെ ഉണ്ടാവുക. സോ അത് മാത്രമല്ല ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അപ്പർ ആൻഡ് ലോവർ പെർഫെക്റ്റ് പ്ലേറ്റ് ബോത്ത് ഹാവ് എ സെയിം നമ്പർ ഓഫ് ഹോൾസ്. സോ മേലെയും താഴെയും 2 ഹോൾസ് ഉള്ള 2 സംഭവങ്ങൾ ഉണ്ടായിരിക്കും. ആൻഡ് ടാബ്ലറ്റ് ട്രിച്ചുറേറ്റ്സ് ആർ അവൈലബിൾ ഇൻ വേരിയസ് സൈസ് റേഞ്ചിങ് 30 mg to 250 mg. 30 mg മുതൽ 250 mg വരെ നമുക്ക് അവൈലബിൾ ആണ്. 50 മുതൽ 250 ഗുളിക വരെ നമുക്ക് ഒരേ സമയം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം. പൗഡർ ഡൈലുവൻ്റുമായിട്ട് മിക്സ് ചെയ്യുന്നത്. ഡൈലുവൻ്റ് ഇവിടെ ആരാണ്, ലാക്ടോസ് ഡെക്സ്ട്രോസ്. ഇപ്പോൾ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ തേങ്ങ ചേർക്കില്ല, അത് തന്നെയാണ് സംഭവം. അതിനുശേഷം സ്റ്റിഫ് പേസ്റ്റ് ഈസ് മെയ്ഡ് യൂസിങ് 60% ആൽക്കഹോൾ. നമ്മൾ എന്തിനാ മാവ് കുഴയ്ക്കണം അല്ലേ. അപ്പോൾ നമ്മൾ ഇത് പുട്ടെടുത്തു, തേങ്ങ എടുത്തു, ഡൈലുവൻ്റ് എടുത്തു, പുട്ടിൻ്റെ മാവ് എടുത്തു, അല്ല രണ്ടും എടുത്തു, നമ്മൾ പേസ്റ്റ് ആയിട്ട് നന്നായിട്ട് കുഴയ്ക്കുവാണ്. 60% ആൽക്കഹോൾ ആഡ് ചെയ്തു. ഇനി അപ്പർ പ്ലേറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് നമ്മൾ സ്പ്രെഡ് ചെയ്യണം. അപ്പർ പ്ലേറ്റിൽ നമ്മൾ പേസ്റ്റ് സ്പ്രെഡ് ചെയ്യണം. ഫില്ലിങ് ഓൾ ദ ഹോൾ, എക്സസ് പേസ്റ്റ് ഈസ് റിമൂവ്ഡ്. എക്സ് ആയിട്ട് നിൽക്കുവാണ് നമ്മൾ റിമൂവ് ചെയ്യണം. എന്നിട്ട് പേസ്റ്റ് ഫുള്ളി നമ്മൾ എന്ത് ചെയ്യണം, ഫില്ല് ചെയ്ത് വെക്കണം. എന്നിട്ട് ലൈറ്റായിട്ട് നമ്മൾ പ്രഷർ കൊടുക്കണം. അതിനുശേഷം മോൾഡ് ഡ്രൈഡ് ഇൻ ടു ഹോട്ട് എയർ ഓവൻ, അല്ലെങ്കിൽ നമ്മളൊരു ഹോട്ട് എയർ ഓവനിലേക്ക് നമ്മൾ മാറ്റി വെക്കുക. അപ്പോൾ എന്തെങ്കിലും അകത്തുള്ള വെള്ളാംശവും, വെള്ളമല്ല നമ്മുടെ ആൽക്കഹോളെല്ലാം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ചെയ്യുക അല്ലേ. നമ്മൾ പേസ്റ്റ് നിറച്ചു, നമ്മൾ ഹോട്ട് എയർ ഓവനിൽ വെച്ചു, അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നീരാവിയായിട്ട് ഇതെല്ലാം ഇറങ്ങി പോകുന്നു. അതിനുശേഷം സംഭവിക്കുന്നു, ഇതിൽ നിന്ന് ടാബ്ലറ്റ് ആയിട്ട് നമുക്ക് ഊരിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ ഇസ് ഡിസ്പെൻസിങ് ഓഫ് പൗഡർ ഇൻവോൾവിങ് സ്പെഷ്യൽ പ്രോബ്ലം. ചില സാധനങ്ങൾ വോളറ്റൈൽ സബ്സ്റ്റൻസ് ആയിരിക്കും. നമുക്കിപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ സ്പിരിറ്റ് ഒക്കെ പുറത്ത് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് നീരാവിയായി പോകില്ല. അതെന്തുകൊണ്ടാണ്, വോളറ്റൈൽ ആയിട്ടുള്ളതുകൊണ്ടാണ്. അപ്പം ചില വെജിറ്റബിൾ പൗഡേഴ്സിലൊക്കെ വോളറ്റൈൽ ഓയിൽസ് ഉണ്ട്. ഈ വോളറ്റൈൽ ഓയിൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഉപയോഗം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഡബിൾ റാപ്പ് ചെയ്യേണ്ടി വരും, 2 പ്രാവശ്യം റാപ്പ് ചെയ്യേണ്ടി വരും. അത് മാത്രമല്ല കെയർഫുള്ളി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എക്സാമ്പിൾ മെന്തോള്, ക്യാംഫർ, എസൻഷ്യൽ ഓയിലൊക്കെ എക്സാമ്പിളാണ്. ഇനി ഹൈഗ്രോസ്കോപ്പിക് അല്ലെങ്കിൽ ഡെലിക്വസെന്റ് പൗഡർ ആണ്. ഹൈഗ്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്യുവാണ്. ഡെലിക്വസെന്റ് ആണ് എന്നുണ്ടെങ്കിൽ അബ്സോർബ് മോയ്സ്ചർ ആൻഡ് ഡിസോൾവ് ഇൻ ടു എ ലിക്വിഡ്, അതായത് അബ്സോർബ് ചെയ്തത് വെള്ളമായി മാറുവാണ് ചെയ്യുക. ഇപ്പൊ എക്സാമ്പിൾ നമുക്ക് ഇപ്പം മാവ് നമ്മൾ തുറന്നു വെക്കുക, അപ്പോൾ കട്ട പിടിക്കും, അതെന്താണ്, ഹൈഗ്രോസ്കോപ്പിക് ആണ്. ഡെലിക്വസെന്റ് ആണെങ്കിൽ വെള്ളമായി മാറുവാണ് ചെയ്യുക. ഇപ്പൊ അതിന് എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ കർപ്പൂരമൊക്കെ ചില സമയത്ത് വെള്ളം പോലെ ഇരിക്കാറുണ്ട്, പെട്ടെന്ന് നീരാവിയായിട്ടാണ് പോകാറുള്ളത്, എന്നാലും ചില സമയത്ത് വെള്ളം പോലെ ഇരിക്കാറുണ്ട് എന്നുള്ളതാണ്. എക്സാമ്പിൾ അമ്മോണിയം ക്ലോറൈഡ്, അമ്മോണിയം സിട്രേറ്റ്, പെപ്സിനൊക്കെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മളിത് മിക്കവാറും ഗ്രാനുലാർ ഫോമിലായിരിക്കും നമ്മൾ കൊടുക്കുക, ചെറിയ ചെറിയ ഉണ്ടകളാക്കിയായിരിക്കും നമ്മൾ കൊടുക്കുക. ആൻഡ് ഡബിൾ റാപ്പും ചെയ്യാറുണ്ട്. ഇനി എഫർവെസന്റ് പൗഡർ ആണ്. എഫർവെസന്റ് എന്ന് വെച്ചാൽ സം ക്രിസ്റ്റൽ സബ്സ്റ്റൻസ് റിലീസ് വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ വെൻ എക്സ്പോസ് ടു ഹ്യൂമിഡ് എയർ. അപ്പം ചെറിയ വെള്ളാംശമുള്ള എയറിലേക്ക് നമ്മൾ ഈ സാധനങ്ങൾ വരുമ്പോഴത്തേക്കും വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. എന്ത് സംഭവിക്കും, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ സംഭവിക്കും. എക്സാമ്പിൾ സിട്രിക് ആസിഡ്, കഫീൻ, ഫെറസൾഫേറ്റ് ഒക്കെയാണ്. ഇത് നമ്മൾ ഒഴിവാക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അൺഹൈഡ്രസ് സോൾട്ട് ഉപയോഗിക്കുക. അത് മാത്രമല്ല മിക്സിംഗ് സബ്സ്റ്റൻസ് വിത്ത് ഇനേർട്ട് ഇൻഗ്രീഡിയൻറ്റ്, അതായത് ഇനേർട്ട് ഇൻഗ്രീഡിയൻറ്റുമായിട്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ അൺഹൈഡ്രസ് സോൾട്ട് ഉപയോഗിക്കുക. മറന്നു പോകരുത്. എഫർവെസന്റ് പൗഡർ ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, വാട്ടർ ഓഫ് ക്രിസ്റ്റലൈസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇനേർട്ട് സബ്സ്റ്റൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് വെക്കുക. അൺഹൈഡ്രസ് സോൾട്ടും നമ്മൾ ആക്കി വെക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് യൂട്ടറ്റിക് മിക്സ്ചേഴ്സ് ആണ്. സോ ചില മിക്സ്ചേഴ്സ് മെൽറ്റ് ആവും അല്ലെങ്കിൽ വെള്ളമായി മാറുവാണ് ചെയ്യുക ലോ മെൽറ്റിംഗ് പോയിന്റിൽ. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാംഫർ, മെന്തോളൊക്കെ അതിന് എക്സാമ്പിളാണ് കേട്ടോ. ദീസ് സബ്സ്റ്റൻസ് ഷുഡ് ബി ടെർച്ചുറേറ്റ് വിത്ത് ആൻ ഇനേർട്ട് അബ്സോർബൻ ലൈറ്റ് മെഗ്നീഷ്യം കാർബണേറ്റ് ബിഫോർ മിക്സിംഗ്. ഇവിടെ നമ്മൾ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇനേർട്ട് ആയിട്ടുള്ള മെഗ്നീഷ്യം കാർബണേറ്റ് പോലുള്ള സാധനങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് മിക്സ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇൻകോർപ്പറേഷൻ ഓഫ് ലിക്വിഡ് ഇൻ പൗഡർ. സോ ചില പ്രിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ചില
മരുന്നുകൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് വെള്ളവുമായിട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യം വരും. സോ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഇസ് സ്മോൾ. ചില സമയത്ത് ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് വെച്ചാൽ വളരെ കുറവായിരിക്കും വേണ്ടത്. ആൻഡ് എമൗണ്ട് ഓഫ് പൗഡർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും വേണ്ടി വരും. അങ്ങനെയുള്ള കണ്ടീഷനിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ചില സ്പെഷ്യൽ കേസുകൾ വരാറുണ്ട്. സോ ഇഫ് ദ ക്വാണ്ടിറ്റി ഓഫ് ലിക്വിഡ് ഇസ് സ്മോൾ, ഇറ്റ്സ് എ ടിർച്ചറേറ്റ് വിത്ത് ഈക്വൽ എമൗണ്ട് ഓഫ് പൗഡർ ആൻഡ് ദെൻ റിമൈനിങ് ഇൻഗ്രീഡിയൻറ്റ് ആർ ഇൻകോർപ്പറേറ്റ് ഗ്രാജുവലി വിത്ത് കോൺസ്റ്റന്റ് സ്റ്റിയറിംഗ്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ച് വെള്ളമേ ഒഴിക്കാവൂ. പയ്യെ സ്റ്റിയർ ചെയ്ത് നമ്മൾ പയ്യെ മിക്സ് ചെയ്തെടുക്കുവാണ് നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്. ആൻഡ് പൊട്ടൻറ്റ് ഡ്രഗ് എന്താണ്? പൊട്ടൻറ്റ് ഡ്രഗ് ഹാവ് എ മാക്സിമം ഡോസ് ഓഫ് ലെസ് ദാൻ 60 mg ആൻഡ് മേ ബി പോയിസണസ്. സോ പൊട്ടൻറ്റ് ഡ്രഗ് എന്ന് വെച്ചാൽ മാക്സിമം ഡോസ് എന്ന് പറയുന്നത് 60 mg ആയിരിക്കും. അത് മാത്രമല്ല മേ ബി അത് പോയിസണസ് ആകാം എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ ഇത് വേ ചെയ്യുക, ഡിസ്പെൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ ഡൈലുവൻസ്, ലാക്ടോസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ 5 പൗഡേഴ്സ് ഓഫ് പാക്കറ്റ്സ് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ കൊഡീൻ ഫോസ്ഫേറ്റ് 10 mg per ഡോസ്. 10 mg ആണ്, ശ്രദ്ധിക്കണം. 10 mg എടുക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പോൾ 10 mg കൊഡീൻ ഫോസ്ഫേറ്റ് നമുക്ക് എടുക്കേണ്ടത് ഓരോ പൗഡറിൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, 100 mg കൊഡീൻ ഫോസ്ഫേറ്റ് എടുക്കുക, അത് 900 mg ഓഫ് ലാക്ടോസ് ആഡ് ചെയ്യുക. എന്ത് ചെയ്യുക, 100 mg പ്ലസ് 900 mg, അപ്പോൾ എത്ര 1000 ആയല്ലേ. ആൻഡ് മിക്സ് നല്ലപോലെ തറവായിട്ട് ചെയ്യുക. അപ്പോൾ 1 gram ടെർച്ചറേറ്റിൽ എന്തുണ്ട്, വെയിറ്റ് 100 mg per ഡോസ്. അതായത് ഓരോന്നിനും 10 mg കൊഡിൻ ഫോസ്ഫേറ്റ് ആയി. ഇപ്പോൾ ശ്രദ്ധിച്ചില്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1 gram ടെർച്ചറേറ്റ് എടുക്കുവാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, വെയിറ്റ് 100 mg per ഡോസ്, അതായത് 10 mg കൊഡിൻ ഫോസ്ഫേറ്റ് ആയി. ഇപ്പം 1000 mg ടോട്ടൽ ഉണ്ട്, അതിൽ 90 mg ഓഫ് ലാക്ടോസ്, 100 mg ഓഫ് കൊഡിൻ ഫോസ്ഫേറ്റ്. നമ്മൾ ജോമെട്രിക് ഡൈലൂഷൻ മെത്തേഡ് നമ്മൾ ചെയ്യുവാണ്. അങ്ങനെ 1 gram ടെർച്ചറേറ്റ് ആയിട്ട് നമ്മൾ മാറ്റുകയാണ് ഫ്രം ദ 1 gram ടെർച്ചറേറ്റ്. അത് 1 gram ടെർച്ചറിൽ നിന്ന് വെയിറ്റ് 100 mg ഡോസ് കണ്ടോ, 1 ഗ്രാമിൽ നിന്ന് 100 mg per ഡോസ് എടുത്തു. അതായത് 10 mg ഓഫ് കൊഡിൻ ഫോസ്ഫേറ്റ് വന്നു എന്നുള്ളതാണ്. ആൻഡ് റാപ്പ് ചെയ്ത് ഇൻഡിവിജ്വൽ ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഇനി ഗ്രാനുലർ പൗഡേഴ്സ് ആണ്. എന്താ ഗ്രാനുലർ പൗഡേഴ്സ്? കുഞ്ഞു ഗ്രാനുൾസ് ആയിട്ട് ഉണ്ടായിരിക്കും. ഇപ്പോൾ എക്സാമ്പിൾ നിങ്ങൾ ഈനോ ഒക്കെ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര ചെറിയ തരിതരിയായിട്ടുണ്ടാകും, ഗ്രാനുൾസ് ആയിരിക്കും കേട്ടോ. സോ ഗ്രാനുൾസ് നമുക്ക് ടാബ്ലറ്റും ക്യാപ്സൂൾസും ആയിട്ട് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. സോ ഗ്രാനുൾസ് പൗഡേഴ്സ് ഒരു സോൾട്ട് ആണ് കേട്ടോ. അത് പൗഡർ എന്ന് പറയാൻ പറ്റില്ല, സോൾട്ട് മെഡിക്കമെന്റ് ആണ്. സോ ബിറ്റർ, നൗസി, അൺപ്ലസന്റ് ടേസ്റ്റ് ഒക്കെ നമ്മൾ കൊടുക്കേണ്ടാവുക. അത് നമ്മൾ സ്വീറ്റനിങ് ഏജന്റ്, ഫ്ലേവറിങ് ഏജന്റ്, കളറിങ് ഏജന്റ് ഒക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിക്കുമായിരിക്കും ചെയ്യേണ്ടാവുക. സോ എ സ്യൂട്ടബിൾ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ഈസ് യൂസ് ടു മോയ്സ്റ്റൻ ദ പൗഡർ ടു ഫോം എ കൊഹേർട്ട് മാസ്. സോ ഗ്രാനുലേറ്റിംഗ് ഏജന്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൗഡർ മോഷൻ ചെയ്ത് ഒരു കൊഹറന്റ് മാസ് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യേണ്ടാവുക. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, സീവ് നമ്പർ 10 കടത്തി വിടുകയാണ് ചെയ്യുക. ഹോട്ട് എയർ ഓവനിൽ 60 ഡിഗ്രി സെൽഷ്യസ് ചൂടാക്കിയെടുക്കും. ആൻഡ് സീവ് നമ്പർ 20 കൂടെ കടത്തി വിടുക. അപ്പോൾ യൂണിഫോം ഗ്രാനുൾസ് എല്ലാം ഒരേ സൈസിൽ നമുക്ക് കിട്ടും. ആൻഡ് വൈഡ് മൗത്ത് കണ്ടെയ്നറിൽ വെക്കുകയാണ് ചെയ്യുക. ആന്റിബയോട്ടിക്, എറിത്രോമൈസിൻ, ആംബിസിലിനൊക്കെ ഗ്രാനുൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. സോ ദർ അൺസ്റ്റേബിൾ ഇൻ ലിക്വിഡ് ഫോം നമുക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഇവിടെ നിങ്ങൾ ജോമെട്രിക് ഡൈലൂഷൻ മെത്തേഡ് നിങ്ങൾ ഓൾറെഡി ലാബുകളിൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്തത്. നിങ്ങൾ ഓൾറെഡി ചെയ്ത കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അതുകൊണ്ട് അത് വിട്ടുപോകുന്നത്, അയ്യോ ഇത് പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ജോമെട്രിക് ഡൈലൂഷൻ പറഞ്ഞില്ല എന്ന് പറയരുത്. ബിക്കോസ് നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യമാണ്. അപ്പോൾ ജസ്റ്റ് പ്രൊസീജിയർ അതുപോലെ അങ്ങ് പഠിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അവിടെ ഇപ്പോൾ എക്സാംസിന് ഇത്രയൊന്നും എഴുതേണ്ട ആവശ്യം വരുന്നുണ്ടാവില്ല കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഇസ് എഫർവസന്റ് ഗ്രാനുൾസ്. എഫർവസന്റ് ഗ്രാനുൾസ് നമ്മൾ ഇന്റേണൽ യൂസ് ഉള്ളിലേക്ക് എടുക്കുവാണ് നമ്മൾ ബേസിക്കലി ചെയ്യുക. അവിടെ സിട്രിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ്, സ്വീറ്റിംഗ് ഏജന്റ് ഉണ്ടായിരിക്കും. സോ ഇത് ഇത്രയും മിക്സ് ചെയ്യുമ്പോൾ ഈ സിട്രിക് ആസിഡ്, ടാറ്റാറിക് ആസിഡ്, സോഡിയം ബൈകാർബണേറ്റ് ഒരു ആസിഡ് കൊണ്ട് ഒരു ആസിഡ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരും. സോ മാസ് ദ ബിറ്റർ ആൻഡ് സെലൻ ടേസ്റ്റ് ഓഫ് ദ ഡ്രഗ്. സോ എന്താണ്, ബിറ്ററും സെലൻ ടേസ്റ്റ് ഓഫ് ദ ഡ്രഗിനെ മാസ്ക് ചെയ്യുന്നു. ഗ്യാസ്ട്രിക് ഫ്ലോ അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് ജ്യൂസ് ഫ്ലോ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡ്രഗ് അബ്സോർപ്ഷൻ കൂട്ടുന്നു. അതായത് ഇപ്പോൾ എക്സാമ്പിൾ ചില ഡ്രഗുകൾ ഭയങ്കര കയ്പൊക്കെ ആയിരിക്കും, അപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനത്തുള്ള കേസുകളിലൊക്കെ നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. നമ്മൾ ഉണ്ടാക്കുന്ന രീതി ഹീറ്റ് മെത്തേഡാണ്. ആദ്യം ഇൻഗ്രീഡിയൻസ് നമ്മൾ മിക്സ് ചെയ്ത് ഹീറ്റ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുക്കും, ഗ്രാനുൾസ് ആക്കുന്നു, ഡ്രൈ ആക്കുന്നു. വെറ്റ് മെത്തേഡ് ഉണ്ട്, ആൽക്കഹോളോ വെള്ളമോ വെച്ച് മോയ്സ്ചർ ചെയ്തിട്ട് സീവിലൂടെ കടത്തി വിട്ടതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡ്രൈ ചെയ്തെടുക്കുന്നു. ഈ രണ്ട് രീതി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എഫർവസന്റ് ഗ്രാനുൾസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രൊസീജിയർ ഒക്കെ എഴുതാം കേട്ടോ, അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഞാൻ എമൗണ്ട് ഒന്നും കൊടുത്തിട്ടില്ല, എൻ്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ അസെൻഡിങ് ഓർഡറിൽ കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പോയിന്റ്സ് ഒക്കെ ആഡ് ഓൺ ചെയ്യാം കേട്ടോ, ഒന്നും വലിയ പ്രശ്നമുള്ള കേസൊന്നും അല്ല. നിങ്ങൾ ഓൾറെഡി പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ, സിമ്പിൾ ചാപ്റ്റർ ആണ്. പൗഡർ എന്ന് വെച്ചാൽ അത്രയിൽ പേടിക്കേണ്ട ആവശ്യം, ചിലർക്ക് അയ്യോ പൗഡർ എന്നൊക്കെ പറഞ്ഞ് പേടിക്കാറുണ്ട്. അത്രയ്ക്കൊന്നും ഇല്ല, ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. കോമ്പറ്റേറ്റീവ് എക്സാംസ് വരെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.